നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനൊരു മണ്ടനായിപ്പോയി. അല്ലെങ്കിൽ ഇത്രയും വിലപിടിച്ച മനസ്സുള്ള ഒരാളെ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ലായിരുന്നു. ഇവിടുത്തെ ഇവളുടെ സ്ഥാനം എന്താന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഇങ്ങോട്ട് മാറടി. എന്റെ മകളാ. എന്റെ വീട്ടിലും പിന്നെ എന്റെ മനസ്സിലും ഒന്നാം സ്ഥാനമാ. ഇവിടെ എന്റെ മോള് എന്ത് ചെയ്താലും ആർക്കും ചോദിക്കാൻ അവകാശമില്ല. മനസ്സിലായോടി? മോളെ എങ്ങനെയാ ആ കുഞ്ഞിനോട് അവൾക്ക് ഇത്ര ക്രൂരത കാണിക്കാൻ തോന്നുന്നേ? മനുഷ്യത്വം ഇല്ലാത്തതിന്റെ ഗുണം. കുഞ്ഞിന്റെ ശ്വാസം എടുത്തായാലും തനിക്ക് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ചില ദുഷ്ട കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. നമുക്കത് നേരിട്ട് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. മോളെ, ഇതൊന്നും വെറുതെ ആവില്ല. ഇതിനൊന്നും അനുഭവിക്കാതെ അവൾ ഈ ലോകം വിട്ടു പോകില്ല. കരയില്ല കല്യാണി കരയുന്ന കണ്ട എനിക്ക് വിഷമാവും. ടീച്ചർ അമ്മയുടെ മേക്കപ്പ് ബോക്സ് ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്കറിയാം മോളെ. എന്നിട്ട് എന്താ എന്നെ വീണാമ്മ വിശ്വസിക്കാത്തത്? എന്തിനു എന്നെ തല്ലിയത്? എനിക്ക് എന്തോരം വേനെടുത്തെന്നറിയോ? വീണാന്റെ ചീത്തയാ. വീണാന്റെ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് ഹരിയങ്ങളോട് പറഞ്ഞൂടെ അമ്മേ? മോൻ അങ്ങനെയൊന്നും പറയരുത്. വീണാന്റിയോട് സംസാരിക്കുമ്പോ ദേഷ്യത്തിലൊന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ? വിഷമിക്കല്ലേ കേട്ടോ. അതെന്റെ അമ്മയല്ല. അമ്മമാര് മക്കളെ തല്ലോ? ടീച്ചറമ്മ ആദ്യം തല്ലില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ തല്ലുന്നേ? എന്നെങ്കിലും ഒരിക്കല് മോളുടെ സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാവും. അന്ന് അമ്മ ഒരുപാട് കരയും. വേണം നിന്നെ മോളേന്ന് വിളിക്കും. ഇത് ടീച്ചറമ്മ മോൾക്ക് തരുന്ന വാക്ക. നിത്യ,
എത്ര നന്നായിട്ടാ താ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാ താൻ അവരെ സങ്കടങ്ങൾ ഒപ്പിക്കളയുന്നത്. ഞാനൊരു മണ്ടനായിപ്പോയി. അല്ലെങ്കിൽ ഇത്രയും വിലപിടിച്ച് മനസ്സുള്ള ഒരാളെ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോ കൊതി തോന്നുക. പക്ഷെ ഭാഗ്യമില്ലല്ലോ. ഐ ആം സോറി നിത്യ. റിയലി ഐ ആം സോറി. ജീവ, പണ്ടൊക്കെ അമ്മ പറയുമായിരുന്നു, കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരിക്കലും നീ സങ്കടപ്പെടുമെന്ന്. അന്ന് ഞാനത് കേട്ടില്ല. ശാപോ, എല്ലാവരുടെയും ശാപോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.